ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കൗണ്ടേഴ്സ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എക്സാമിനും ഒക്കെ ആ ഒരു ഡിപ്ലോമ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കാം, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വേറെ കുറേ ടോപ്പിക്സ് പഠിച്ചിരുന്നു. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് വരെയാണ് പഠിച്ചത്. ദെൻ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൽ വരുന്നതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. So it depends on present input as well as the past output. Past outputനെയും തൊട്ട് മുന്നേയുള്ള സ്റ്റേജിനെയും അതുപോലെ present inputനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സെയിം ടൈപ്സ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓരോ സ്റ്റേജിലും ദാറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബൈനറി ഡേറ്റനെ സ്റ്റോർ ചെയ്യാനും ടു ഷിഫ്റ്റ് ദ ബൈനറി ഡേറ്റ, അതിന് വേണ്ടിയിട്ടുമാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷിഫ്റ്റ് എന്നുള്ള പേര്. അപ്പോൾ ബൈനറി ഡേറ്റനെ സ്റ്റോർ ചെയ്യാമെന്ന് മാത്രമാണെങ്കിൽ രജിസ്റ്റർ, ആൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയും. ഇനി നമുക്ക് എത്ര ബിറ്റ്സ് സ്റ്റോർ ചെയ്യണം, അതിനെ വെച്ചിട്ടാണ് നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് 2 ബിറ്റ് ബൈനറി ഡേറ്റ, അതായത് 2 ബിറ്റ്സ് ഉള്ള ബൈനറി ഡേറ്റാസ് ആണെന്ന് വിചാരിക്കാം. അതായത് 00, 01, 10, 11 അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വേണ്ടത്. ഇനി നമുക്ക് 3 ബിറ്റ് ആണ് വേണ്ടതെങ്കിൽ, 3 ബിറ്റ് ബൈനറി ഡേറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ വി നീഡ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി വി ഹാവ് ടു സ്റ്റോർ 4 ബിറ്റ് ബൈനറി ഡേറ്റ ആണെങ്കിൽ അഗെയിൻ എന്താണ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. സോ ഇഫ് വി ഹാവ് ടു സ്റ്റോർ n ബിറ്റ് ബൈനറി ഡേറ്റ ദെൻ ഷിഫ്റ്റ് രജിസ്റ്റർ റിക്വയർ n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഫങ്ഷൻസ് എന്താണ്? ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണ്? ഷിഫ്റ്റ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡേറ്റ ആൻഡ് ഓൾസോ യൂസ്ഡ് ടു ഷിഫ്റ്റ് ദ ബൈനറി ഡേറ്റ. അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോറേജിനും ഡേറ്റ മൂവ്മെൻറ്റിനുമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. സ്റ്റോറേജ് മാത്രമല്ല, ഓൾസോ ഫോർ ദ ഡേറ്റ മൂവ്മെൻറ്റ്. ഇനി എന്തൊക്കെയാണ് ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ 2 മോഡ്സ്? ഒന്ന് ലെഫ്റ്റ് ഷിഫ്റ്റ് മോഡ്, അടുത്തത് റൈറ്റ് ഷിഫ്റ്റ് മോഡ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ്. ഇനി ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഏതൊക്കെയാണ്? സിസോ, സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. അടുത്ത സീരിയൽ ഇൻ പാരലൽ ഔട്ട്പുട്ട് ഉണ്ട്. സീരിയൽ ആയിട്ടായിരിക്കും ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും എടുക്കുന്നത്, അതാണ് സിപ്പോ. അടുത്തത് പാരലൽ ഇൻപുട്ട് ആൻഡ് സീരിയൽ ഔട്ട്പുട്ട്, പിസോ. അടുത്തത് പാരലൽ ഇൻപുട്ട് ആൻഡ് പാരലൽ ഔട്ട്പുട്ട്, അതെന്താണ്? പിപ്പോ. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആ ഒരു ഏത് രീതിയിലാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം നമുക്ക് നോക്കാം. സീരിയൽ ഇൻപുട്ട് ആൻഡ് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇവിടെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 എണ്ണമാണ്. അപ്പോൾ ഇത് എത്ര ബിറ്റിൻ്റെ ആയിരിക്കും? 4 ബിറ്റ് ഉള്ളതിൻ്റെ ആയിരിക്കും. സോ ഡേറ്റ ഇൻപുട്ട് ഇവിടെ വരുന്നു. ഡേറ്റ ഇൻപുട്ടിൻ്റെ ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡേറ്റ ഔട്ട്പുട്ട്. ഓക്കെ, ആൻഡ് ക്ലോക്ക് എല്ലാത്തിലേക്കും എന്താണ്? എല്ലാത്തിലേക്കും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഫിഗർ ഷോസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സീരിയൽ ഇൻപുട്ട് ആൻഡ് സീരിയൽ ഔട്ട്പുട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ. D0, D1, D2, D3 ഡേറ്റ ഇൻപുട്ട്സ് ആണ്. Q0, Q1, Q2, Q3 എന്താണ്? ഡേറ്റ ഔട്ട്പുട്ട്സ് ആണ്. ഇതിൽ സിംഗിൾ ക്ലോക്ക് പൾസ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കൊടുക്കുന്നു. സോ ദാറ്റ് ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് സെയിം ടൈമിൽ ഓൺ ആവും, സെയിം ടൈമിൽ ഓഫ് ആകും. ഓക്കെ, ഈ ഷിഫ്റ്റ് രജിസ്റ്റർ 4 ബിറ്റിൻ്റെ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 ബിറ്റിൻ്റെ ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഇൻ ദിസ് വി ആർ ഷിഫ്റ്റിംഗ് ദ ബൈനറി ഡേറ്റ ഫ്രം റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ക്ലോക്ക് പൾസിൻ്റെ കാര്യമാണ്. ഓരോരോ ക്ലോക്ക് പൾസിൻ്റെ ഇവിടെ ക്ലോക്ക് പൾസ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്, അതായത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ Q0 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ് ഔട്ട്പുട്ട് വരുന്നത്? ഫസ്റ്റ് വൺ അല്ലേ. അടുത്തത് Q1, ദെൻ Q2, ദെൻ Q3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നത്, എങ്ങനെയാണ് ഷിഫ്റ്റ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നോക്കൂ, ക്ലോക്ക് പൾസ്, ഡേറ്റ ഇൻപുട്ട്, Q0, Q1, Q2, Q3 ഡേറ്റ ഔട്ട്പുട്ട്. ഡേറ്റ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ക്ലോക്ക് പൾസ് ഫസ്റ്റ് ടൈം എല്ലാത്തിലും എന്താണ്? 0000 ആണ് എല്ലാ ഔട്ട്പുട്ടിലും വരുന്നത്. ഇനി അടുത്തത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡേറ്റ ഇൻപുട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? 1101 1101 ആണ്. 1101. അപ്പോൾ ഈ 1101 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 1101 ആദ്യത്തെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ ആദ്യത്തേത് 1 വന്നപ്പോൾ Q0 എത്ര വരും? 1 വരുന്നു. Q1 എത്ര വരുന്നു? 0 ആണ്. ഇതും 0 ആണ്, ഇതും 0 ആണ്.
ദെൻ അഗെയിൻ ഡേറ്റ ഇൻപുട്ട് നെക്സ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുവാണെങ്കിൽ അടുത്ത ഇത് എന്താണ് വരുന്നത്, അതായത് ഓരോ 1101 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റിൽ വരുന്നത് 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 0. അടുത്തത് വരുമ്പോഴാണ് ഇവിടെ 0 ഇതിലേക്ക് വരുന്നു. ആൻഡ് ഈ ഒരു 1 ഉണ്ടല്ലോ, ആദ്യം വന്ന 1 ആണ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അത് എപ്പോഴും ഓർക്കുക. നമ്മുടെ പ്രീവിയസ് ഇതിൽ ഇപ്പം നമുക്ക് ഓക്കെ ഇവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, 1 1 0 1 അത് വരുവാണ്. അപ്പോൾ അതങ്ങനെ ഓർക്കുക. അപ്പോൾ ആദ്യത്തേന് എന്താണ് ഈ 1 കൊടുക്കുമ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ത് തന്നെയായിരിക്കും വരുന്നത്, 1 തന്നെയായിരിക്കും വരുന്നത്. 0 ആണെങ്കിൽ 0 തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ 1 കിട്ടി. ഓക്കെ, ആൻഡ് ദെൻ ബാക്കി എല്ലാത്തിലും എന്താണ് അപ്പോൾ 0 ആണ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട്. പക്ഷേ സെക്കൻഡ് ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഇവിടെ ഇതും ഇനി പ്രീവിയസ് ഇതിനെ, അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ സംഭവിക്കുന്നത്. ഈ 1 എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ 1 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫൈനലി ഏത് ബിറ്റ് വരുന്നത്, 1 വരുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ ഈ 1 ഇവിടെ വന്നു, ഇനി അടുത്ത സ്റ്റേജിലേക്ക് അതെന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ തൊട്ട് മുന്നത്തെ ഔട്ട്പുട്ട് എന്തായി, അതിനനുസരിച്ച് അതായത് ഓരോന്നിലേക്കും ഇങ്ങനെ ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം ഔട്ട്പുട്ട് എവിടെയാണ് വരുന്നത്, Q0 വരുന്നത്. ദെൻ ദാറ്റ് വിൽ ഷിഫ്റ്റ് ടു Q1, ദെൻ Q2, ദെൻ Q3. അങ്ങനെ ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ എത്ര സ്റ്റേജിൽ ഇവിടെ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫൈനലി നമ്മളിവിടെ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 1101 എന്നുള്ള ആ ഇൻപുട്ട് എവിടെ എത്തി, ഔട്ട്പുട്ടിലെത്തി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1101 നമ്മൾ 4 ബിറ്റിൻ്റെ ഒരു ഇൻപുട്ട് കൊടുത്തു. ആ 4 ബിറ്റിൻ്റെ ഓരോ ബിറ്റിനും കറസ്പോണ്ടിംഗ്ലി ഇവിടെ Q0 ഒരു ഔട്ട്പുട്ട് വരും. ആൻഡ് ദാറ്റ് വിൽ ബി ഷിഫ്റ്റഡ് ത്രൂ Q1, Q2 ആൻഡ് Q3. അങ്ങനെയാണ് ഫൈനലി നമുക്ക് ഡേറ്റ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ഹൂസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ഓൺ. ഇപ്പോൾ കൗണ്ടർ എന്ന് വെച്ചാൽ എന്തിനാണെന്ന് ജസ്റ്റ് ഓർക്കുക, എന്തിനാണ്, കൗണ്ട് ചെയ്യാനാണ്, നമ്പർ കൗണ്ട് ചെയ്യാനായിട്ടാണ്. അതായത് പ്രസന്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഔട്ട്പുട്ടിനെയും അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ ഈസ് എ സീരീസ് കണക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ടു കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കൗണ്ടറിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് സ്റ്റോർ ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് കൗണ്ടഡ് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് ബിറ്റ്സ് സ്റ്റോർഡ് ഇൻ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൗണ്ടർ. ഇപ്പോൾ നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 ബൈറ്റ് ബൈനറി ഡേറ്റ ആണെങ്കിൽ ടോട്ടൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4 ആയിരിക്കും. അതായത് ടോട്ടൽ സ്റ്റേറ്റ്സ്, ഇതൊരു സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, തേർഡ്, 4 ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്റ്റേറ്റ് 0 വെച്ചാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് 0, സ്റ്റേറ്റ് 1, 2 ആൻഡ് 3. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് നമുക്ക് എത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റ് വരുന്നു എന്ന് നോക്കാം. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഇത്രയാണ് വരുന്നത്. ഇനി 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്, 8 ആണ്. അപ്പോൾ ഇതിനകത്തൊരു ജനറലൈസ് ചെയ്തൊരു ഇക്വേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഇഫ് യു ആർ യൂസിങ് n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ ദ കൗണ്ടർ, then n bit binary stored in the counter. അതുപോലെ ടോട്ടൽ സ്റ്റേറ്റ്സ് എത്രയായിരിക്കും, 2n ആയിരിക്കും. 0 മുതൽ ആണെങ്കിൽ n-1th സ്റ്റേറ്റ് വരെ, അതായത് 8 എണ്ണം ഉണ്ടെങ്കിൽ 0 മുതൽ 7th സ്റ്റേറ്റ് വരെ, അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 0 സ്റ്റേറ്റ്, സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2 അങ്ങനെ. അപ്പോൾ ഈ ഒരു 2n ഫോർമുല വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഇനി എന്താണ് ഫങ്ഷൻ ഓഫ് ദ കൗണ്ടർ? ഫങ്ഷൻ ഓഫ് ദ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോർ ദ ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡേറ്റ. സ്റ്റോർ ചെയ്യണം ബൈനറി ഡേറ്റ ആൻഡ് ടു കൗണ്ട് ദ സ്റ്റോർഡ് ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡേറ്റ. എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യണം. കൗണ്ട് ദ സ്റ്റോർഡ് ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡേറ്റ. ദെൻ ടൈപ്സ് ഓഫ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലോക്ക് സിഗ്നൽ, ഹൗ ദ സിഗ്നൽ ഈസ് അപ്ലൈഡ്, ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ വേ ഇൻ വിച്ച് ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ഹൗ ദ ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ്, അസിൻക്രണസ് ആയിട്ടാണോ സിൻക്രണസ് ആയിട്ടാണോ, അത് വെച്ചിട്ട് സിൻക്രണസ് കൗണ്ടർ ഉണ്ട്, അസിൻക്രണസ് കൗണ്ടർ ഉണ്ട്. ഇനി ഈ ഒരു കൗണ്ടിങ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, മുകളിലേക്കാണോ താഴേക്കാണോ, അല്ലെങ്കിൽ ആ ഒരു അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ വേ ഇൻ വിച്ച് കൗണ്ടിങ് ഈസ് പെർഫോംഡ്, അപ്പ് കൗണ്ട് ആൻഡ് ഡൗൺ കൗണ്ട്. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിന് വെച്ചിട്ടും അതുപോലെ എങ്ങനെയാണ് കൗണ്ടിങ് പെർഫോം ചെയ്യുന്നത് വെച്ചിട്ടും കൗണ്ടേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്. സിൻക്രണസ് കൗണ്ടർ ആൻഡ് അസിൻക്രണസ് കൗണ്ടർ ഉണ്ട്. അതുപോലെ കൗണ്ടിങ്ങിന് വെച്ചിട്ടാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ.
ഇനി സിങ്ക്രണസ് കൗണ്ടർ എന്ന് വെച്ചാൽ വെൻ ദ സെയിം ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു മേക്ക് സൈമൾട്ടേനിയസ്ലി ഓൺ ഓർ ഓഫ് ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ കുറച്ച് മുമ്പ് രജിസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ കണ്ടിരുന്നു എല്ലാത്തിലും ഒരേ ക്ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ ഓൺ അറ്റ് ദ സെയിം ടൈം ആൻഡ് ഓഫ് അറ്റ് ദ സെയിം ടൈം. അതാണ് സിങ്ക്രണസ് കൗണ്ടർ. ഇനി എസിങ്ക്രണസ് കൗണ്ടറിൽ എങ്ങനെയായിരിക്കും? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെപ്പറേറ്റ് ക്ലോക്ക് സിഗ്നൽ ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ക്ലോക്ക് സിഗ്നൽ ഉണ്ടായിരിക്കും, അടുത്തതിന് പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പും ഒരു ക്ലോക്ക് സിഗ്നൽ, അതിൻ്റെ പ്രീവിയസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണ് ക്ലോക്ക് സിഗ്നൽ. ഇവിടെ ഒരു ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നായിരിക്കും ഇതിന് എന്ത് കൊടുക്കുന്നത്? ക്ലോക്ക് സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അസിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർഫോമിംഗ് ദ കൗണ്ടിങ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലേക്ക് 0യിൽ നിന്ന് 0, 1, 2, 3 അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് അപ്പ് കൗണ്ടർ. ആൻഡ് ഡൗൺ കൗണ്ടർ എന്ന് വെച്ചാൽ വെൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് പെർഫോമിംഗ് കൗണ്ടിങ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ, അതായത് n to 0 അങ്ങനെയാണെങ്കിൽ ഡൗൺ കൗണ്ടറാണ്. സോ 2 ബിറ്റ് അസിങ്ക്രണസ് അപ്പ് കൗണ്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 ബിറ്റാണ്. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം? 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇവിടെ വരുന്നുണ്ട്. 2 ബിറ്റിൻ്റെ അസിങ്ക്രണസ് കൗണ്ടറാണ്. സോ ഇതിൽ എത്ര സ്റ്റേജ് ഉണ്ടായിരിക്കും? 2⁻². എത്ര സ്റ്റേജ് ഉണ്ടായിരിക്കും? 4 സ്റ്റേജസ് കൗണ്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, അസിങ്ക്രണസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടിനും സെപ്പറേറ്റ് ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, ക്ലോക്ക് ഇവിടെ ഫസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെയിലും കെയിലും കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈ കൊടുത്തു. ആൻഡ് ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിന് സെക്കൻഡ് വണ്ണിന് എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്? ക്ലോക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോക്ക് 1, 2, 3, 4, 5 അങ്ങനെ 4 സ്റ്റേജസ് ഓഫ് ക്ലോക്ക് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. Q0 എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ Q0 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഔട്ട്പുട്ടാണ്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് Q1 എന്ന് പറയുന്നത്. ഇതാണ് Q0 ആൻഡ് ദിസ് ഈസ് Q1. ഇത് ഒരു അസിങ്ക്രണസ് കൗണ്ടറാണ്, ആദ്യമേ പറഞ്ഞു. ഇത് അപ്പ് കൗണ്ടർ ആണോ ഡൗൺ കൗണ്ടർ ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ടത് Q1 ദെൻ Q0 രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ Q1, Q0 എന്നുള്ളത് Q1ൻ്റെ വാല്യൂ ഫസ്റ്റ് ഇവിടെ നോക്കുക. Q1ൻ്റെ വാല്യൂ ഫസ്റ്റ് എത്രയാണ്? 0 ആണ്. Q0യുടെ വാല്യൂ 0 ആണ്. ദെൻ Q1ൻ്റെ വാല്യൂ 0 ആണ്. അടുത്തതോ Q0യുടെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് Q1ൻ്റെ വാല്യൂ എത്ര കൊടുത്തുന്നു? Q1ൻ്റെ വാല്യൂ 1 ആണ്. Q0യുടെ വാല്യൂ 0. അടുത്ത Q1ൻ്റെ വാല്യൂ 1, Q0യുടെ വാല്യൂ 1. അപ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേജ്? 0, 0, 0, 1, 1, 0, 1, 1. ഈ 0, 0 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 0, 0, 1 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1, 1, 0 എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് ഇതേതാണ് 1, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് 3. അപ്പോൾ 0 സ്റ്റേജ് മുതൽ 3 വരെയാണ് അതിൽ കൗണ്ടിങ് വരുന്നത്. അപ്പോൾ ഇത് ഏതാണ് കൗണ്ടിങ് വരുന്നത്? 0 to ആണ് പോകുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 0 to 3 ആണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കൗണ്ടറാണ്? അപ്പ് കൗണ്ടറാണ്. ഇത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 3 ബിറ്റ് അസിങ്ക്രണസ് ഡൗൺ കൗണ്ടർ. 3 ബിറ്റ് ആകുമ്പോഴേ എങ്ങനെ വരും? ഈ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് മാത്രം ഓർത്താൽ മതി. അതായത് Q1, Q2, Q3 എന്നുള്ള Q0, Q1, Q2 എന്നാണ്. Q0, Q1, Q2 ലെഫ്റ്റിലേക്ക് എഴുതുക. അപ്പോൾ ഇതിനകത്ത് 1, 1, 1 വന്ന് വരുന്നു. ആൻഡ് 1, 1, 0, 1, 0, 1, 1, 1, 0. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ എല്ലാത്തിലും ഇത് ഈ കൊടുത്തിരിക്കുന്നത് ഒരു അസിങ്ക്രണസ് കൗണ്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇവിടെ ഹൈ കൊടുത്തിരിക്കുന്നു. ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലോക്ക് ഒരെണ്ണത്തിന് കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിലും എന്താ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഔട്ട്പുട്ട്, ഒന്നിൻ്റെ ഔട്ട്പുട്ടാണ് അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ക്ലോക്ക് ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാത്തിലും നമ്മൾ ഇൻപുട്ട് ആദ്യം എന്താണ് കൊടുക്കുന്നത്? ഹൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഹൈ. അപ്പോൾ ഇവിടെ Q0. അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഈ ഒരു 2 ഫ്ലിപ്പ് ഫ്ലോപ്പിലും വന്ന ഡിഫറൻസ് വരുന്നത്, ഇതിൽ നമ്മൾ Q ആണ് എടുത്തിരിക്കുന്നത്. അതെന്താണ്? ഔട്ട്പുട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് Q ബാർ. ഇവിടെ Q ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ Jയും Kയും 1 വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു Q വരിക? 1 ആണ് വരിക. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ 0യും 0യും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1ഉം 1ഉം. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ 1, ഇവിടെ 0 ആണ് വരുന്നതെങ്കിൽ എന്താണ്? ഇവിടെ 0 വരും, ഇവിടെയാണെങ്കിൽ 1 വരും. അപ്പോൾ Qവും Q ബാറും ഔട്ട്പുട്ട് എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ക്ലോക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? Q ബാറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. Q ബാറിൽ നിന്നാണ് ക്ലോക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ Qവിൽ നിന്ന് തന്നെയാണ് ക്ലോക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക, ആ ഡിഫറൻസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചേഞ്ചും കൂടി മനസ്സിലാക്കുക.
ഇതൊരു ഡൗൺ കൗണ്ടറാണ്. അപ്പോൾ ഡൗൺ കൗണ്ടർ ആക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്യൂ ബാറിൽ നിന്നാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഇതാണ് Q0, ഇത് Q1 ആൻഡ് Q2 അങ്ങനെ വരുന്നത് സെയിം തന്നെ. അപ്പോൾ അങ്ങനെ ക്ലോക്ക് പൾസ് കൊടുക്കുന്ന ഡിഫറൻസ് വരുന്ന അനുസരിച്ചിട്ട് ഇവിടെയുള്ള ഔട്ട്പുട്ട്സ് മാറ്റം വരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ ഡൗൺ ടൈപ്പ് ഓഫ് കൗണ്ടിങ്. ഇനി 2-bit സിങ്ക്രണസ് അപ്പ് കൗണ്ടർ ഉണ്ട്. സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ ഒറ്റ ക്ലോക്കാണ് കൊടുക്കുന്നത്, ഒറ്റ ക്ലോക്ക് JK. ആൻഡ് ഇവിടെ ക്യൂവിൽ നിന്ന് തന്നെയാണ് ഇവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദെൻ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ക്യൂ ഔട്ട്പുട്ടാണ് അടുത്തതിലേക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സെയിം. ഇനി അടുത്ത ഇവിടെ നോക്കുകയാണെങ്കിൽ 0 0 0 1 1 0 1 1, അതായത് സ്റ്റേറ്റ് 1 മുതൽ സ്റ്റേറ്റ് 3 ആണ് അപ്പ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ സിങ്ക്രണസിൻ്റെ ഡൗൺ കൗണ്ടർ ആണെങ്കിൽ എന്താ ഡിഫറൻസ് നോക്കൂ. ഈ ക്യൂ ബാറിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലോക്ക് കൊടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇഫ് ദ ക്ലോക്ക് ഈസ് ഗിവൺ ഫ്രം ദ ക്യൂ ഔട്ട്പുട്ട്, പോസിറ്റീവ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നെഗേഷൻ ആണ് എന്ത് വരുന്നത്? ക്യൂ ബാർ വരുന്നത്, നേരെ റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ക്യൂവിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി അപ്പ് കൗണ്ടർ. ആൻഡ് ക്യൂ ബാറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് പൾസ് എങ്കിൽ ദാറ്റ് വിൽ ബി ഡൗൺ കൗണ്ടർ. അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത് രണ്ട് കേസിലും. ദെൻ സിങ്ക്രണസും അസിങ്ക്രണസും ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടർ. ഇതിൽ കോമ്പോണൻസ് സിങ്ക്രണസ് റിക്വയർഡിൽ ലാർജ് നമ്പർ ഓഫ് കോമ്പോണൻസ് റിക്വയർഡ് ആൻഡ് അസിങ്ക്രണസ് കൗണ്ടറിൽ ലെസ് ആണ്. ആൻഡ് അതായത് സെപ്പറേറ്റ് റിക്വയർമെൻറ്റ് ഓഫ് ഗേറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു എക്സ്ട്രാ ലോജിക് ഗേറ്റ്സ് ആഡ് ചെയ്യേണ്ടി വരുവാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. റിക്വയർമെൻറ്റ്സ് ഓഫ് ഗേറ്റ്സ്, എക്സ്ട്രാ ലോജിക് ഗേറ്റ്സ് വേണം. ഏതിന്? സിങ്ക്രണസിന്. സിങ്ക്രണസിനാണെങ്കിൽ അത് വേണ്ട. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, അതായത് ഈ ഒരു സിങ്ക്രണസ് ആക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് വേണം, എക്സ്ട്രാ കോമ്പണൻസ് വേണം, എല്ലാം ഒരേ സിങ്ക്രണസിലാക്കണമെങ്കിൽ. ഇനി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഹൈ ഫോർ സിങ്ക്രണസ്, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ലോ ഫോർ asynchronous. Then speed is lower for synchronous, faster for asynchronous. Cost again components എല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് സിങ്ക്രണസിനായിരിക്കും കോസ്റ്റ് കൂടുതൽ, അസിങ്ക്രണസിന് ലോ കോസ്റ്റ്. ഡിസൈൻ കോംപ്ലക്സിറ്റി, സിങ്ക്രണസിന് ഈസി ടു ഡിസൈൻ ആണ്, ഡിഫിക്കൽട്ട് ടു ഡിസൈൻ ആണ് അസിങ്ക്രണസിന്. ക്ലോക്ക് സിഗ്നൽ ആണെങ്കിൽ എല്ലാത്തിനും സെയിം ആണ്. ക്ലോക്ക് സിഗ്നൽ ഈസ് ഡിഫറെൻറ്റ് ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോ ഫോർ അസിങ്ക്രണസ്. അപ്പോൾ അത്രയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രധാനപ്പെട്ട കുറച്ച് ഐഡിയാസ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ സൂപ്പർവൈസർ എക്സാമിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കും. നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും കൂടി നമുക്ക് നോക്കാം. താങ്ക് യു.